ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് ഉമ്മലസത്ത് നേരെ KCയിലേക്കാണ്. KCയിൽ ഇന്ന് IVCC ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് നടത്തുന്ന ഒരു ഇഫ്താർ സംഗമമാണ് KCയിൽ വെച്ച് നടക്കുന്നത്. ഈ വർഷം ഞങ്ങൾ പങ്കെടുക്കുന്ന 8ാമത്തെ ഒരു ഇഫ്താറാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇഫ്താറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ രാജ്, നിഗാസ് വരും. പിന്നെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ആരൊക്കെ വരുമെന്ന് അറിയത്തില്ല. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പം സമയത്ത് എത്താൻ കഴിയുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ സമയം 5:15 ഞങ്ങളിപ്പോൾ ഉമ്മലസത്ത് നേരെ സെഗയിലുള്ള കേരള കാത്തലിക് അസോസിയേഷൻ്റെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഈ ഇഫ്താർ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴയൊക്കെയാണ്. ചൂട് കൂടാനുള്ളൊരു വെതറാണ്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഇഫ്താർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉമ്മലസത്ത് നിന്ന് സെഗയിലുള്ള KCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. KCയിൽ വെച്ചിട്ടാണ് ഈ IVCCയുടെ ഈ ഒരു ഇഫ്താർ സംഗമം നടക്കുന്നത്. സമയം ഏകദേശം 5:20 5 മണി മുതലാണ് ഈ ഇഫ്താർ സംഗമത്തിലേക്ക് ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത്. ഇത് മതസൗഹാർദ്ദപരമായ മനോഹരമായ ഒരു ഇഫ്താറാണ്. ഞങ്ങൾ പങ്കെടുക്കുന്ന 8ാമത്തെ ഒരു ഇഫ്താറാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും ഞങ്ങൾ സെഗയിലെത്തി. സെഗയിൽ നിഗാസ് അവിടെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ നിഗാസിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇഫ്താറിലേക്ക് കടക്കാൻ പോകുന്നത്. ഞങ്ങൾ സെഗയിലുള്ള അൽനാസറിൻ്റെ ഫ്രണ്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ KCയിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾ KCയിൽ എത്തിച്ചേർന്ന സമയത്ത് IVCC 2025 ഇഫ്താർ സംഗമം ആരംഭിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സദസ്സിലും വേദിയിലൊക്കെ ഒരുപാട് അറിയപ്പെടുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ ബഹറിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും മതസംഘടനകളുടെ പ്രതിനിധികളെയൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. ഇത് മതസൗഹാർദ്ദപരമായ ഒരു ഇഫ്താറാണ്. 2025 IVCC നടത്തുന്ന ഒരു ഇഫ്താർ സംഗമത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും IVCC 2025 നടത്തുന്ന ഈ ഇഫ്താർ സംഗമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വ്യത്യാസങ്ങളോടുകൂടി പല ഭൂവിഭാഗത്ത് ജനിച്ചിട്ടും ഈ ഒരു സുന്ദര ഭൂമിയിൽ വന്ന് ജനിച്ച് ഇവിടുത്തെ ഭാഗമായി തീരാനും ഇതുപോലെ ഒത്തുകൂടാനുമുള്ള അവസരം ഉണ്ടാക്കി തന്ന ജഗദീശനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുകൂടാതെ IVCC എന്ന മഹാപ്രസ്ഥാനം ഈ നാടിനും നാട്ടുകാർക്കും ലോകമെമ്പാടും പരത്തുന്ന അതിന്റെ യശസ് വളരെ സന്തോഷത്തോടു കൂടിയാണ് IVCC സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഘടനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ നമ്മൾ മാതാപിതാക്കൾ ഇന്ന് മണകാരണത്തിൽ ഇരുന്നു കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുവാൻ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവരെവിടെയാണ് പോകുന്നത്, അവിടെ എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്. ഇത്ര മനോഹരമായ ഒരു ഇഫ്താർ സംഘടിപ്പിച്ച IVCC ഞാനാണ്. അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു ആത്മബന്ധം ഇവിടെ സംസാരിച്ചിട്ടൊക്കെ പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ സ്ത്രീ ഫ്രാൻസിൻ്റെ ഇതിനെല്ലാം എതിരായിട്ട് വിധേയമാക്കുക എന്നുള്ളത്. എന്നാൽ അതിനപ്പുറമുള്ള നോമ്പിന്റെ ഒരു സാമൂഹിക വശമുണ്ട്. അതാണ് IVCCയുടെ ഈ ഒരു സമൂഹ നോമ്പ് തുറയിലൂടെ നാം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 10-20 ദിവസങ്ങളായി ബഹ്റൈൻ്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ഇഫ്താറുകളിലൂടെ നാം മനസ്സിലാക്കിയതും നാം തിരിച്ചറിഞ്ഞതും അത് മനുഷ്യർക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഒരിടം ബോധപൂർവം സൃഷ്ടിക്കുക എന്നുള്ള വളരെ പ്രമുഖരെ പൗരാവലിയെ സാക്ഷി നിർത്തി IVCC നടത്തുമ്പോൾ ചെറുപ്പക്കാരുടെ ഈ ഊർജ്ജസ്വലമായ കൂട്ടായ്മയുടെ വമ്പിച്ച വിജയമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. സാമൂഹ്യ നോമ്പുതുറയ്ക്ക് അപ്പുറത്ത് പൊതുരംഗത്തുള്ള നിരന്തരമായ ഇടപെടൽ നടത്തുന്നതിലൂടെ ബഹറിലെ പൊതുസമൂഹത്ത് IVCC കുറച്ചു കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രക്രിയയുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ കണ്ണും കാതും തുറക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് IVCC മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് റമദാന്റെ ഒരു പുണ്യദിനത്തിലാകുമ്പോൾ
പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന സ്വർഗത്തിന്റെ വാതിൽ തുറക്കും എന്ന് വിശ്വസിക്കുന്ന തലത്തിലുള്ള ദിവസങ്ങളിലേക്കാകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മാറ്റ് കുറച്ചുകൂടി കൂടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുണ്യങ്ങളുടെ പൂക്കാലം എന്നും അതോടൊപ്പം തന്നെ മാനവികതയുടെ ഏറ്റവും മഹത്തായ ഉദാഹരണമെന്നും വിശപ്പറിയുന്നതിലൂടെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിളി തിരിച്ചറിയുന്നു എന്നതിലും ഒക്കെ മഹത്തായ ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ നോമ്പ് ദിനം ഇന്ന് ഈ തരത്തിൽ മഹത്തായ രീതിയിൽ കൊണ്ടാടിയ, മഹത്തായ രീതിയിൽ സംഘടിപ്പിച്ച IYCCയുടെ നേതൃത്വത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് എപ്പോഴും ഇങ്ങനെ കൈകോർത്ത് നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ കൂടെ ഉണ്ടാകാം എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. സ്നേഹം സ്നേഹം സ്നേഹം. ഏകദേശം 600-700ഓളം ആൾക്കാർ പങ്കെടുത്ത ഈ ഒരു മതസൗഹാർദ്ദപരമായ IVCC നടത്തിയ ഇഫ്താർ സംഗമത്തിൽ ബഹറിലെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് മത നേതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. എന്തായാലും മനോഹരമായ ഒരു ഇഫ്താർ ആയിരുന്നു. ഈ ഇഫ്താർ സംഗമത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ മാക്സിമം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.